ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. സൗഖ്യം കിട്ടണമെന്നാഗ്രഹിച്ച ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തേക്ക് വരികയും അയാൾക്ക് ഈശോ നൽകുന്ന സൗഖ്യത്തെയും കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പറയുക. ഈ സുവിശേഷ ഭാഗത്തെ ഒരൊറ്റ വാക്കുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം: വിശ്വാസം. സൗഖ്യം ആഗ്രഹിച്ച ആ കുഷ്ഠരോഗിയുടെ ബലമെന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്: വിശ്വാസം. കുഷ്ഠരോഗിയെ സംബന്ധിച്ച് യഹൂദർക്കിടയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. കുഷ്ഠരോഗിയെ തൊടുന്നവർ അശുദ്ധരാകും. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അവരെ കണ്ടാൽ ആളുകൾ കല്ലെറിഞ്ഞ് ഓടിക്കുമായിരുന്നു. ഈ കുഷ്ഠരോഗിയുടെ മുമ്പിൽ 2 സാധ്യതകളാണ്: സൗഖ്യം അല്ലെങ്കിൽ കല്ലെറിയപ്പെട്ടുകൊണ്ടുള്ള മരണം. എന്നിട്ടും ഈശോയുടെ അടുത്തേക്ക് വരാനായി അയാളെ പ്രേരിപ്പിക്കുന്നത് സൗഖ്യം കിട്ടും എന്ന വിശ്വാസമാണ്. ഈശോ എന്താണ് ചെയ്യുക? ഈശോ കൈ നീട്ടി സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ, സൗഖ്യം കിട്ടട്ടെ. ഈശോയ്ക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ ഈശോ കൈ നീട്ടി അയാളെ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ശുദ്ധി വരട്ടെ. ആരെയും മാറ്റി നിർത്തണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല. ആരെയും അവഗണിക്കാനായിട്ട് ഈശോ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ഈശോയ്ക്ക് ആവശ്യമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 5 അപ്പം 5000 പേർക്ക് നൽകുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുക? ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളൊക്കെ 12 കൊട്ട നിറയെ അവർ ശേഖരിച്ചു. ഒന്നിനെയും മാറ്റി നിർത്താനും തള്ളിക്കളയാനും ഈശോ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഈശോയ്ക്ക് ആവശ്യമുണ്ട്. കുട്ടികളെ ഈശോയ്ക്ക് ആവശ്യമുണ്ട്. മാതാപിതാക്കളെയും ഈശോയ്ക്ക് ആവശ്യമുണ്ട്. യുവാക്കളെയും പ്രായമായവരെയും ഈശോയ്ക്ക് ആവശ്യമുണ്ട്. രോഗികളെയും പാപികളെയും ഈശോയ്ക്ക് ആവശ്യമുണ്ട്. ഒരൊറ്റ കാര്യം: വിശ്വാസം. വിശ്വാസപൂർവ്വം ഈശോയുടെ അടുത്തേക്ക് ആരെല്ലാം വരുന്നുവോ അവരാരും നിരാശരാക്കപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, സൗഖ്യം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയൊക്കെ സൗഖ്യം നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരൊക്കെ നമ്മെ മാറ്റി നിർത്തുമ്പോഴും അവഗണിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി വിശ്വാസപൂർവ്വം നമുക്ക് വചനം ജീവിച്ചു തുടങ്ങാം. കുറച്ചുകൂടി വിശ്വാസപൂർവ്വം കൂദാശകൾ സ്വീകരിക്കാം. സൗഖ്യം നൽകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ.